ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ വിങ്സ് ഓഫ് ഹോപ്പ്. അതിലെ ആദ്യ ചാപ്റ്ററാണ് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. അപ്പോൾ ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സിൻ്റെ പാർട്ട് 1 ക്ലാസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ 2 ക്ലാസ്സുകളിലായിട്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇത് നമ്മുടെ പാർട്ട് 1 ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റീഡിംഗ്, മലയാളം എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഇതൊരു പോയമാണ്, ഇതിൻ്റെ അപ്രിസിയേഷൻ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സിൻ്റെ എന്ന പോയം ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഹോപ്പ് ഈസ് ദ പാഷൻ ഫോർ വാട്ട് ഈസ് പോസിബിൾ, കോൺഫിഡൻസ് ഈസ് ദ പ്രസൻറ്റ് ടെൻസ് ഓഫ് ഹോപ്പ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ തന്നിട്ടുണ്ട്. ആ പോർഷനിൽ നമുക്ക് ചോദ്യോത്തരങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് അത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം നമുക്കൊരു പാസേജ് ആണ്. പാസേജിന് തുടർന്നാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ പാസേജ് വായിക്കാം. എ ലോങ് ടൈം എഗോ ദ ഗ്രീക്സ് ബിലീവ്ഡ് ദാറ്റ് ദെയർ ഗോഡ് സിയൂസ് അലോങ് വിത്ത് ഓൾ അതർ ഗോഡ്സ് ഹാഡ് ക്രിയേറ്റഡ് എ വിമൺ നെയ്മഡ് പെൻഡോറ. അപ്പോൾ അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു അവരുടെ ദൈവമാണ് സിയൂസ് ദേവൻ. അപ്പോൾ സിയൂസ് മറ്റ് എല്ലാ ദൈവങ്ങളോടും ചേർന്നിട്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അവരുടെ പേരാണ് പെൻഡോറ. ദ ഗോഡ്സ് ഗേവ് ഹർ എ ബോക്സ് ഓൺ ഹർ വെഡിങ് ഡേ ടെല്ലിങ് ഹർ നെവർ ടു ഓപ്പൺ ഇറ്റ്. അപ്പോൾ ദൈവങ്ങൾ അവൾക്ക് ഒരു ബോക്സ് സമ്മാനമായി കൊടുത്തു അവളുടെ വിവാഹ ദിവസം. എന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും ഈ ബോക്സ് തുറക്കരുത് എന്ന് പറഞ്ഞു. ഇറ്റ് വുഡ് ബ്രിങ് ഹർ ഹാപ്പിനെസ്. ആ ഒരു ബോക്സ് അവൾക്ക് സന്തോഷം കൊണ്ടുവന്നു. ദേ സെഡ് ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് റിമൈൻ ക്ലോസ്ഡ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞ കാര്യമാണ്, നീ എത്ര കാലം ഇത് ഓപ്പൺ ചെയ്യാതെ അടച്ചു വെക്കുന്നോ അത്ര കാലം നിനക്ക് സന്തോഷം ഉണ്ടാവും. പെൻഡോറ വാസ് വെരി ക്യൂരിയസ് ബൈ നേച്ചർ. ഷീ കുഡന്റ് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഓപ്പൺ ദ ബോക്സ്. അപ്പോൾ ഈ പെൻഡോറ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു. അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പോൾ അവൾക്ക് അത് തുറക്കണം എന്നുള്ളൊരു ടെംപ്റ്റേഷൻ വന്നുകൊണ്ടേയിരുന്നു. ഓപ്സ്, ദ ഗോഡ്സ് ഹാഡ് ട്രാപ്ഡ് ഓൾ ദ വേഴ്സ്റ്റ് ഹ്യൂമൻ ക്വാളിറ്റീസ്, ഓൾ ദ അൺപ്ലസന്റ് ഫീലിംഗ്സ് ആൻഡ് ദ തിങ്സ് വി ഫിയർ ദ മോസ്റ്റ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ ഈ ദൈവങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ബോക്സിനകത്തായിരുന്നു ഈ ലോകത്തിലെ എല്ലാ അൺപ്ലസന്റ് ആയിട്ടുള്ള നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളും, മനുഷ്യന്റെ അത്യാഗ്രഹം, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്റെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ആ ബോക്സിനകത്തായിരുന്നു അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് തുറന്നതും അതെല്ലാം പുറത്തു വന്നു. നോ സൂണർ ഡിഡ് പെൻഡോറ ഓപ്പൺ ഇറ്റ് ദൻ ഓൾ ദീസ് സിക്നെസ്, പെയിൻ, സഫറിങ്, ഗ്രീഡ്, ആങ്കർ, സോറോ ഇതെല്ലാം ഫ്ലൂ ഔട്ട് ആൻഡ് സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അതിൽ നിന്ന് ഈ പറയുന്ന നെഗറ്റീവായിട്ടുള്ള വേദന, യാതന, ബുദ്ധിമുട്ടുകൾ, അത്യാഗ്രഹം, നമ്മുടെ ദേഷ്യം, വിഷമം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് ലോകത്താകെ സ്പ്രെഡായി. പെൻഡോറ വാസ് സോ സോറി. അപ്പോഴാണ് പെൻഡോറയ്ക്ക് തൻ്റെ തെറ്റു മനസ്സിലായത്. ഷീ ക്ലോസ്ഡ് ദ ലിഡ് ഓഫ് ദ ബോക്സ്. അവൾ വേഗം ബോക്സിന്റെ അടപ്പടച്ചു. ഷീ നെൽറ്റ് ബിസൈഡ് ഇറ്റ് പ്ലീഡിങ് ടു ബി ഫോർഗിവൺ ബൈ ദ ഗോഡ്സ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. അപ്പോൾ അവൾ മാപ്പ് തരാൻ വേണ്ടിയിട്ട് ദൈവങ്ങളോട് അപേക്ഷിക്കും, ഇതിനൊരു പരിഹാരം തരാൻ വേണ്ടിയിട്ടും റിക്വസ്റ്റ് ചെയ്യും. ദെൻ ഷീ ഹേർഡ് ദ നോയ്സ് ഓഫ് സംതിങ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോഴാണ് ആ ബോക്സിനകത്ത് എന്തോ ചിറകിട്ടടിക്കുന്നത് പോലൊരു സൗണ്ട് അവൾ കേൾക്കുന്നത്. ഇറ്റ് സീംഡ് ടു സ്പീക്ക് ടു ഹർ ഇൻ എ കൈൻഡ് വോയിസ് ടു. അതിൽ നിന്ന് ആരും സംസാരിക്കുന്ന ഒരു ശബ്ദവും അവൾക്ക് കേൾക്കാമായിരുന്നു. ഷീ ഓപ്പൺ ദ ലിഡ് വൺസ് അഗൈൻ. ഒരിക്കൽ കൂടി അവൾ ആ ബോക്സ് തുറന്നു. ദിസ് ടൈം ഷീ വാസ് നോട്ട് ഡിസപ്പോയിന്റഡ്. ഇറ്റ് വാസ് എ ലവ്ലി ലിറ്റിൽ ഏഞ്ചൽ. ഇത്തവണ അവൾ നിരാശയായില്ല. എന്തായിരുന്നു? അതിൻ്റെ അകത്തുനിന്നൊരു കുഞ്ഞു ലിറ്റിൽ ഏഞ്ചൽ ചിറകൊക്കെ അടിച്ച് പറന്നു വരും. എന്നിട്ട് പറയും, ഫ്ലട്ടറിങ് ഹർ ബ്യൂട്ടിഫുൾ വിങ്സ് ദാറ്റ് ഷോൺ ലൈക്ക് ഗോൾഡ്. ഒരു സ്വർണ്ണ നിറത്തിൽ അവളുടെ ചിറകുകളുടെ നിറം അതുപോലെ അടിക്കുന്നത് അങ്ങനെ അത്ര ഭംഗിയായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ ഡെസ്പൈറ്റ് ഓൾ അവർ മിസറീസ് ഹോപ്പ് ഓൾവേസ് റിമൈൻസ് വിത്ത് us. അപ്പോൾ ആ ഏഞ്ചൽ ആയിരുന്നു ഹോപ്പ് കേട്ടോ, പ്രതീക്ഷ. നമ്മളെല്ലാം അവസാനിക്കുന്നിടത്ത് പ്രതീക്ഷയാണല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം. ആ ഏഞ്ചൽ പ്രതീക്ഷയായിരുന്നു. ഹു കെയിം ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഡെസ്പൈറ്റ് ഓഫ് ഓൾ മിസറീസ് ഹോപ്പ് ഓൾവേസ് റിമൈൻസ് വിത്ത് us. അപ്പോൾ എല്ലാ ഒരു ദുരിതങ്ങൾക്കും ശേഷം നമ്മൾക്ക് പ്രതീക്ഷയാണ് നമ്മളിൽ അവശേഷിക്കുക. To comfort us all the time. Although Pandora caused the world great pain, she also gave us hope. അപ്പോൾ ഈ ലോകത്തെ വലിയൊരു വേദനയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് പണ്ടോറയാണ്. പക്ഷെ അതേപോലെ അവർ നമുക്കൊരു പ്രതീക്ഷയും തന്നു അല്ലേ.
അപ്പം ഇതാണ് നല്ല രീതിയിൽ നല്ലൊരു നൈസായിട്ടുള്ള സ്റ്റോറിയാണ്. ഇനി നമുക്കൊരു 3 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നോക്കാം. വാട്ട് വുഡ് യു ഡു ഇഫ് യു വർ പെൻഡോറ? വുഡ് യു ഹാവ് ഓപ്പൺ ദ ബോക്സ്? വൈ? നിങ്ങളാണ് പെൻഡോറ എങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഇഫ് ഐ വർ പെൻഡോറ ഐ വുഡ് ബി വെരി ക്യൂരിയസ് ടു നോ വാട്ട് വാസ് ഇൻസൈഡ്, സോ പെർഹാപ്സ് മൈ ക്യൂരിയോസിറ്റി വുഡ് ഹാവ് മെയ്ഡ് മീ ഓപ്പൺ ഇറ്റ് ടു. Why do you think the gods placed hope in the box along with all the evils? ബാക്കി എല്ലാ എവിൾസിൻ്റെയും കൂടെ എന്തിനാണ് ഹോപ്പിന് ദൈവം അവിടെ പ്ലേസ് ചെയ്തതെന്നാണ്. I think the gods placed hope in the box because they knew that after all the evils were released, human beings would need something to help them survive the suffering. Hope gives people the strength and courage to face pain and sorrow, believing that good times will come. അടുത്തത്, ഹൗ ഡസ് ഹോപ്പ് ഹെൽപ്പ് us ഇൻ ഹാർഡ് ടൈംസ്? പ്രതീക്ഷ എങ്ങനെയാണ് നമ്മളെ ഹാർഡ് ടൈംസിൽ സഹായിക്കുക? ഇൻ ഹാർഡ് ടൈംസ് ഹോപ്പ് ഹെൽപ്പ് us ബൈ ഗിവിംഗ് us the feeling that things will get better. It gives us the courage when we feel sad or are troubled. Hope makes us believe that our problems are not permanent and that a happy future is possible. അടുത്തത്, ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സിൻ്റെ എമിലി ഡിക്കിൻസിൻ്റെ പോയമാണ്. പോയട്രി നമുക്കൊന്ന് വായിക്കാം. Hope is the thing with feathers. Hope is the thing with feathers that perches in the soul and sings the tune without the words and never stops at all. അപ്പോൾ പ്രതീക്ഷയെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? നോക്കാം. അപ്പോൾ പ്രത്യാശ എന്ന് പറയുന്നത് ചിറകുകളുണ്ട്, പ്രതീക്ഷയ്ക്ക് ചിറകുകളുണ്ട്. ദാറ്റ് പർച്ചസ് ഇൻ ദ സോൾ, നമ്മുടെ ആത്മാവിൽ തുളച്ച് കയറുന്ന എന്നാണ് പ്രത്യാശ, പ്രതീക്ഷ. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്, അതിന് വാക്കുകൾ, അതിൻ്റെ ട്യൂണ് മാത്രമേ ഉള്ളൂ, അതിന് വേർഡ്സ് ഇല്ല, വാക്കുകളില്ല, ഒരിക്കലും അത് നിലയ്ക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം. എന്താണ്? കൊടുങ്കാറ്റിൽ വരെ കേൾക്കുന്നു, അത്രയും പേരെ. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. I have heard it in the chillest land and on the strangest sea, yet never in extremity it asked a crumb of me. അപ്പോൾ ഈ പറയുന്ന ആ സോങ്, ആ ചില്ലസ്റ്റ് ലാൻഡിലും ആ ഒരു ബേർഡിൻ്റെ കരച്ചിൽ, ആ ഒരു പ്രതീക്ഷയാണ്. ലിറ്റിൽ ബേർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ, ആ ഹോപ്പാണ് ഇവിടെ ആ ലിറ്റിൽ ബേർഡ് കേട്ടോ. അപ്പോൾ ആ പ്രതീക്ഷനെയാണ് ലിറ്റിൽ ബേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഏറ്റവും ചില്ലസ്റ്റ്, കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്രദേശത്തും സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള കടലിലും ഞാൻ അതിനെ കാണുന്നു. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അപ്പോൾ ഇതാണ് ഈ പോയട്രിയുടെ റീഡിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. എമിലി ഡിക്കൻസിൻ്റെ പോയമാണിത്. നമുക്കതിൻ്റെ അപ്രിസിയേഷനിലൂടെ ഇതിൻ്റെ മൊത്തം മീനിങ് നോക്കാം. എമിലി ഡിക്കിൻസൺസ് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയംസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, primarily for its powerful and enduring central metaphor. By personifying hope as a thing with feathers, a bird, Dickinson transforms an abstract emotion into something tangible, lively and resilient. അപ്പോൾ ഇവിടെ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ പ്രത്യാശയാണ് ഈ ബേർഡുമായിട്ട് കമ്പയർ ചെയ്യണത്. This bird does not just visit, it perches in the soul, suggesting that hope is an innate and permanent part of the human spirit. The poem highlights the persistence and self-sufficiency of hope. Dickinson notes that the bird sings the tune without the words, implying that hope is a primal, universal feeling that transcends language and logic. Perhaps most importantly, it never stops at all. It is a constant presence that requires no conscious efforts to maintain. It simply exists within us, singing even in our darkest moments. As the poem progresses, Dickinson illustrates the resilience of hope against adversity. She mentions that the song of hope sounds sweetest in the gale, suggesting that it is during our greatest trials that we most appreciate and rely on this inner strength. The bird remains abashed by nothing having kept so many warm.
throughout history and personal hardship. It is a force that provides comfort without being diminished by the chillest land or strangest sea. In the final stanza, the poet emphasizes the selfless nature of hope. Despite its constant companionship and strength it provides in times of extremity, the bird asked a crumb of her. This conclusion beautifully captures the idea that hope is a free gift of the human condition. It sustains us through life's most difficult journeys without demanding anything in return. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്രിസിയേഷൻ വരിക. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ അപ്രിസിയേഷൻ ഉൾപ്പെടുത്തുന്നു. പാർട്ട് 2 ക്ലാസ്സിലാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.